إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ, ഫിത്നകളിൽ വലിയൊരു ഫിത്നയാണ് ലൈംഗികമായ മേഖലകളിൽ വരുന്ന തിന്മകൾ കൊണ്ടുള്ള പരീക്ഷണം. അവസരങ്ങളും സാധ്യതകളും വിശാലമായി തുറന്നു കിടക്കുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ അത്തരം തിന്മകൾ നമ്മെ സ്പർശിക്കാതെ ജീവിക്കാൻ വലിയ ശ്രദ്ധ തന്നെ വേണ്ടി വരുന്നുണ്ട്. വ്യഭിചാരം അത് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വരുത്തി തീർക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാനായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ കാലിടറാതെ നിൽക്കാൻ ആ സത്യവിശ്വാസി ശക്തമായി പരിശ്രമിക്കും. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് അവൻ അന്വേഷിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭരണാധികാരി, അദ്ദേഹത്തെ സംരക്ഷിച്ച, അദ്ദേഹം ജീവിക്കുന്ന നാടിൻ്റെ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വ്യഭിചാരത്തിന് ക്ഷണിക്കുന്നു. അല്ലാഹു പറയുന്നു, വറാവദത്ഹു അല്ലതി ഹിയ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മോഹം തോന്നിയ ഈ സ്ത്രീ യൂസുഫ് നബിയെ ക്ഷണിക്കുകയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തേക്ക് പോകാതിരിക്കാൻ പാകത്തിൽ വാതിലുകൾ അടക്കുകയും ചെയ്തു. വഖാലത് ഹൈതലക് എന്നിട്ട് ആ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്താണുണ്ടായത് സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തിന്മയിൽ നിന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് രക്ഷ പ്രാപിക്കാൻ സാധിച്ചത്? തുടർന്നുള്ള ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ കലാം ഈ വിഷയം നമുക്ക് വിവരിച്ചു തന്ന ആയത്തുകളുടെ ഓരോ സന്ദർഭത്തിലൂടെയും നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഇതിനുള്ള പരിഹാരം, ഇത്തരം തിന്മയിൽ ആപതിക്കുന്നതിൽ നിന്ന്, ഇത്തരം തിന്മയിൽ വീണുപോകുന്നതിന് പരിഹാരമാകുന്ന കാര്യങ്ങളെ ആ ആയത്തുകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹം ഇങ്ങനെയൊരു തിന്മക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ, അങ്ങനെയൊരു സാഹചര്യം തന്നിലേക്ക് വന്നപ്പോൾ ആദ്യമായി ചെയ്തത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നമ്മെ പിടിച്ചു വലിക്കുമ്പോൾ, തിന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം നമ്മെ പിടിച്ചു വലിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, തിന്മയുടെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ തേടാൻ നമുക്ക് സാധിക്കണം. കാവൽ തേടിയവർക്ക് കാവൽ നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമായി വർത്തിച്ച രണ്ടാമത്തെ കാര്യം, ഇതൊരക്രമമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല. വ്യഭിചാരമെന്നത് വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരൻ്റെ ചരിത്രം അറിയാവുന്നവരാണ് നമ്മൾ. വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം നൽകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ വന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ, വ്യഭിചരിക്കാൻ സമ്മതം നൽകണം. മഹാന്മാരായ സ്വഹാബത്ത് ഇരിക്കുന്ന സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം നൽകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾ, അതുഹിബ്ബുഹു ലി ഉമ്മിക്, അതുഹിബ്ബുഹു ലി അമ്മതിക്, അതുഹിബ്ബുഹു ലി ഖാലതിക്, അതുഹിബ്ബുഹു ലി ബിനതിക്. നിന്റെ ഉമ്മ വ്യഭിചരിക്കപ്പെടുന്നത്, മറ്റുള്ളവരാൽ ഉമ്മ വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഉപ്പയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ തന്നെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഉമ്മയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ മകൾ വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും ഇല്ല റസൂലേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കദാലിക അന്നാസു ലാ യുഹിബ്ബൂന, അതുപോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ അവരുടെ ഉമ്മ വ്യഭിചരിക്കപ്പെടുന്നത്, അവരുടെ പെൺമക്കൾ വ്യഭിചരിക്കപ്പെടുന്നത്, അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നത്, അവരുടെ ഉപ്പയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നത്, അവർക്ക് അവരുടെ ഉമ്മയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ഉപ്പമാരോടുമുള്ള, സഹോദരങ്ങളോടുള്ള അക്രമമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യഭിചാരം എന്നുള്ളത്. നമുക്കിഷ്ടപ്പെടാത്ത, നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത വലിയ അക്രമമാണ് വ്യഭിചാരം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല. ഈ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിലും ആഖിറത്തിലും അക്രമത്തിൻ്റെ തിക്തമായ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യഭിചാരമെന്നതും വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലാ ഖൈറ മിൻ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാർ, ലാ ഖൈറ മിൻ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാർ. നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഖൈറുമില്ല. നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊരു ഖൈറുമില്ല. അതുകൊണ്ട് വ്യഭിചാരം വലിയ അക്രമമാണ്. നരകം പകരം കിട്ടുന്ന, ദുനിയാവിൽ തന്നെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അക്രമമാണ് വ്യഭിചാരം എന്ന തിരിച്ചറിവ് വ്യഭിചാരത്തിലേക്ക് നമ്മുടെ ഹൃദയം മാടി വിളിക്കുമ്പോൾ,
അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈമാൻ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈമാൻ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുണയായി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി. ആ സ്ത്രീ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ ബുർഹാൻ കണ്ടില്ലായിരുന്നെങ്കിൽ യൂസുഫും അതാഗ്രഹിക്കുമായിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ ബുർഹാൻ അത് കണ്ടില്ലായിരുന്നെങ്കിൽ യൂസുഫും ആഗ്രഹിക്കുമായിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് ബുർഹാൻ എന്ന് പറഞ്ഞാൽ? മുഫസ്സിരീങ്ങൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഈമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈമാനായിരുന്നു, അള്ളാഹുവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിസാബിന് മുമ്പിൽ നാളെ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തനിക്ക് ലജ്ജ വേണമല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് അത് നഷ്ടമായാൽ തീരാ നഷ്ടമാണ്. അല്ലാഹുവിൻ്റെ കോപം തനിക്ക് ഭവിച്ചാൽ, തന്നിലേക്ക് വന്ന് ഭവിച്ചാൽ അതേറ്റവും വലിയ പരാജയമാണ് എന്ന അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്, ഈമാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ദൃഢമായ വിശ്വാസം അദ്ദേഹത്തെ ഈ തിന്മയിൽ നിന്ന് തടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇഖ്ലാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക ലിനസ്രിഫ അൻഹു സ്സൂ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഈ മോശമായ കാര്യം അദ്ദേഹത്തിൽ നിന്ന് നാം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം ഇഖ്ലാസുള്ള നമ്മുടെ അടിമകളിൽ ഇഖ്ലാസുള്ളവരിൽ പെട്ടവനാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ തൗഹീദ് അത് യാഥാർത്ഥ്യമാക്കിയെങ്കിൽ, കൃത്യമായ തൗഹീദ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം അത് ആത്മാർത്ഥതയുള്ള വിശ്വാസമാണെങ്കിൽ, നിഷ്കളങ്കമായ ഇബാദത്തുകളാണ് നമുക്കുള്ളത് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള തിന്മകളിൽ നിന്ന് നമ്മെ തിരിച്ചു കളയും. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചു കളഞ്ഞതുപോലെ. മറ്റൊന്ന് സഹോദരങ്ങളെ, തിന്മകളുടെ സാഹചര്യത്തിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ്. തിന്മകളുടെ സാഹചര്യത്തിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തബഖൽ ബാബ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലിൻ്റെ അടുത്തേക്ക് ഓടി, പിന്നാലെ ആ സ്ത്രീയും ഓടി. വഖദ്ദത് ഖമീസഹു മിൻ ദുബർ. എന്നാലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എത്ര ശക്തിയായി ഓടുമ്പോഴാണ് പിന്നിൽ നിന്ന് വസ്ത്രം, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറിപ്പോയി എന്നുള്ളതാണ്. പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറിപ്പോയി എന്നുള്ളതാണ്. അത്രയും ശക്തമായി മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് ഓടിയകന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ വരട്ടെ, വന്നിട്ട് കാണാം. എനിക്ക് ഇച്ഛാശക്തിയുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തിന്മയിലേക്ക് ഞാൻ വീണു പോവുകയില്ല എന്ന അസ്ഥാനത്തുള്ള ആത്മവിശ്വാസം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നമുക്ക് മാതൃകയില്ല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ റസൂലായ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം തിന്മകൾ നമ്മിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ, അതിൻ്റെ ആദ്യ സമയത്തു തന്നെ ഓടിയൊളിക്കാൻ, അതിൽ നിന്ന് കുതറിമാറാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നൽകുന്ന പാഠം അതാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇത്തരം തിന്മകളിൽ കാലിടറാതെ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അവർ എന്നെ വിളിക്കുന്നതിനേക്കാൾ, ആ കാര്യത്തെക്കാൾ എനിക്കിഷ്ടം അല്ലാഹു എൻ്റെ റബ്ബ് എനിക്ക് ജയിലാണ് അതിനേക്കാൾ ഇഷ്ടമെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ദുആയിൽ പറയുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിമ്മാ യദ്ഊനനി ഇലൈഹി, മിസ്റിലെ അസീസിൻ്റെ ഭാര്യ മാത്രമല്ല, മിസ്റിലെ അസീസിൻ്റെ ഭാര്യ മാത്രമല്ല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലക്ഷ്യം വെച്ചിരുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ട് കൈമുറിച്ച സ്ത്രീകൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ കൂട്ടുകാരികൾ അവിടെയുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ദൂരെയായ മറ്റൊരു നാട്ടിലാണ് ജീവിച്ചിരുന്നത്. എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തിന്മയിൽ വീണു പോകാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും വിശാലമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹം ദുആ ചെയ്യാണ്, ഈ ആളുകൾ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന ഈ നീചവൃത്തിയേക്കാൾ എൻ്റെ റബ്ബേ എനിക്കിഷ്ടം ജയിലാണ്. ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ സംരക്ഷിച്ചില്ല എങ്കിൽ, എന്നെ നീ തട്ടിമാറ്റിയില്ല എങ്കിൽ ഞാൻ വീണുപോകും. ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടവനായി തീരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ വിശാലമായി തുറന്നു കിടക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നിരന്തരം ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചവൃത്തിയിൽ നിന്ന് നമ്മെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും എല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. സഹോദരങ്ങളെ, വ്യഭിചാരം ഏറെ മ്ലേച്ഛമായ അല്ലാഹുവിൻ്റെ ദീൻ ലാ തഖറബു, അതിൻ്റെ സമീപത്തേക്ക് പോലും ചെല്ലരുത് എന്ന രൂപത്തിൽ ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ് സിന, വ്യഭിചാരം എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തെ നശിപ്പിക്കുന്ന, കുടുംബ ബന്ധത്തിൽ വീഴ്ചകൾ വരുത്തുന്ന, ഒരുപാട് അക്രമങ്ങൾ നിറഞ്ഞ, പലരോടുമുള്ള അക്രമം നിറഞ്ഞ, അതുപോലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ദുരന്ത ഫലങ്ങളുള്ള, ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് അപകടങ്ങൾ വരുത്തി തീർക്കുന്ന ഗുരുതരമായ തിന്മയാണ് വ്യഭിചാരം എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിന്മയെ അതിൻ്റെ സമീപത്തേക്ക് പോലും ചെല്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ അത്തരം തിന്മകൾ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അതോടെ ജീവിതം നഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദ് ഫീഹി മുഹാന. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ശിർക്കിനെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇരട്ടിയായി അവർക്ക് ശിക്ഷ നൽകപ്പെടും. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ നൽകപ്പെടും, തീർച്ചയായും നരകത്തിൽ നിന്ദ്യരായി കഴിയേണ്ടി വരുമെന്നും തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു,
ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്ത് മടങ്ങിയാൽ, ഈമാനുണ്ടായാൽ, സൽക്കർമ്മങ്ങൾ പിന്നീട് ജീവിതത്തിൽ അങ്ങോട്ടുണ്ടായാൽ, ആ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായി മാറ്റി തീർക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിരാശ വേണ്ടതില്ല, നിരാശ വേണ്ടതില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സ്വന്തത്തിനെതിരെ ഒരുപാട് തിന്മകൾ ചെയ്ത എൻ്റെ അടിമകളെ അല്ലാഹു വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു വിളിക്കുന്നു എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. ആരാര് പൊറുത്തില്ലെങ്കിലും, ആരാര് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിലും, വിട്ടുവീഴ്ച ചെയ്യേണ്ടവൻ, പൊറുക്കേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിരാശയല്ല വേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മിലേക്ക് വന്നു ചേരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.